കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ പെരിന്തൽമണ്ണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ സിപിഐഎം ഇക്കുറി കളത്തിലിറക്കിയിരിക്കുന്നത് പുലാമന്തോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് VP മുഹമ്മദ് ഹനീഫയാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ നിലവിലെ MLA പാടെ പരാജയപ്പെട്ടു എന്നാണ് LDF ആരോപണം. അതിനാൽ അടിസ്ഥാന വികസനം മുൻനിർത്തിയാണ് മണ്ഡലത്തിൽ മുഹമ്മദ് ഹനീഫയുടെ പ്രചാരണം. ശാന്തകുമാർ വെള്ളാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെരിന്തൽമണ്ണയിൽ ഇക്കുറി LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫയാണ്. മുഹമ്മദ് ഹനീഫ തന്നെ നമ്മോടൊപ്പം ചേരുന്നു. പെരിന്തൽമണ്ണ അസംബ്ലി മണ്ഡലത്തിൽ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെ മത്സരത്തിലേക്ക് പോകുമ്പോൾ മണ്ഡലത്തിലുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് നടക്കുമ്പോൾ മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ജനം ആഗ്രഹിക്കുന്നുണ്ട്. അത് 62 ലക്ഷം വരുന്ന ആളുകളുടെ പെൻഷൻ മേടിക്കണ്ടേ, കിട്ടുമോ ഇല്ലയോ എന്ന ആശങ്ക ദൂരീകരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷകർത്താക്കൾക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ഭവനരഹിതരായ 5 ലക്ഷം ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുത്തൊരു ഗവൺമെന്റിന്റെ തുടർച്ച കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നുണ്ട്. കേരളത്തിന്റെ യാത്രാവേഗത വളരെ മനോഹരമായ ഒരു കാലത്തിന്റെ തുടർച്ച വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. 3.25 കോടി മലയാളി ഈ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വലിയ വികസനം കേരളമാകെ ഉണ്ടായി എന്ന് അവകാശപ്പെടുമ്പോഴും അത്തരം വികസന പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിലുണ്ടായി എന്ന് കരുതുന്നു. ഇല്ല, പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ 10 വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ക്യാച്ച് ചെയ്ത് കൊണ്ടുവരുന്നതിൽ മണ്ഡലത്തിലെ ജനപ്രതിനിധി പരാജിതമായിട്ടാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലുള്ള ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഇത്തരം MLAക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നില്ലെന്ന് ആരോപിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നഷ്ടമാണ് LDFനുണ്ടായിട്ടുള്ളത്. അത് ആ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു പ്രചരണം ആയുധമാക്കാൻ LDFനോ CPMനോ കഴിഞ്ഞിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ പരാജയമോ UDFന്റെ വിജയമോ അല്ല ഉണ്ടായിട്ടുള്ളത്. വീടുകൾ കയറി അസത്യം പ്രചരിപ്പിച്ച് ആ അസത്യത്തിൽ നിന്ന് വിളവ് ചെയ്തുണ്ടായതാണ്, അതിന്റെ വിളവെടുത്തതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ആളുകളോട് ചോദിക്കുന്നത് നിങ്ങളുടെ പ്രദേശത്ത് നടപ്പായ ഒരു വികസനത്തിന്റെ പേര് പറയാനാണ്. ഒന്നും പറയാനില്ല. നമുക്ക് ഈ പുതിയ കാലത്ത് എന്നെ ബിൽഡ് ചെയ്യാൻ എനിക്ക് വലിയ പ്രയാസമില്ല. കാരണം ഒരു സോഷ്യൽ മീഡിയ സംവിധാനം എൻ്റെ കയ്യിൽ വെച്ച് എന്നെ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ റിയൽ വേണോ റീല് വേണോ? റിയലായി കാര്യങ്ങൾ നടക്കണമോ, റിയലായി ആളുകളെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോകുന്നോ? ഞങ്ങൾ റിയലായി കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. ഇടതുപക്ഷം എന്ന് പറയപ്പെടുന്നത് ഹൃദയപക്ഷമാണ്. ആ ഇടതുപക്ഷം ഈ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് വിധി ഉയർന്നു വരുമ്പോൾ അതിൽ പെരിന്തൽമണ്ണയും ഉണ്ടാകും. ആ പെരിന്തൽമണ്ണയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നല്ല രാഷ്ട്രീയ സാഹചര്യം ഉയർന്നു വരുന്നുണ്ട്. അത് തന്നെയാണ് റിയലായി കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി നേടാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.